ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്കാണ്. നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. വീട്ടുകാർക്ക് കൊടുക്കാനാണെങ്കിലും വിരുന്നുകാർക്ക് കൊടുക്കാനാണെങ്കിലും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് നട്ട്സൊക്കെയാണ്. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഏതിൻ്റെയെങ്കിലും ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം, അതും പ്രശ്നമില്ല. അപ്പോൾ ഈ നട്ട്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഫസ്റ്റ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ പെട്ടെന്ന് പൊടിഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ പേരിലാണ് ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നട്ട്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ള് കസ്റ്റർഡ് പൗഡറാണ്. ഇത് വാനില ഫ്ലേവറിൻ്റെതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണിൻ്റെ കസ്റ്റർഡ് പൗഡർ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. പക്ഷേ അതിൽ വാനിലയുടെ ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വാനിലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ അളവിൽ വാനില ഫ്ലേവർ കൂടി ചേർത്താൽ മതിയാവും. കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ഈ മിൽക്ക് ഷേക്കിന് ഇത്രയും പഞ്ചസാര തികയില്ല, പക്ഷേ ഞാൻ ഈ ടൈമിൽ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എന്നാൽ ശരി, ഞാൻ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിന് വേണ്ട മിക്സ് ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ മിക്സ് കിട്ടുന്നത്. നന്നായിട്ട് പൊടിഞ്ഞിട്ട് കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ഒരു പാനിലേക്ക് നമുക്കിനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊന്ന് ചൂടാക്കി കിട്ടണം നമുക്ക്. അപ്പോൾ ഈ 3 ഗ്ലാസ് പാലിന് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ പാലിപ്പോൾ ഒരല്പം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിലാണ്. നമ്മുടെ ഈ മിക്സ് എല്ലാം പാലിൽ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുന്ന ടൈമിൽ ഈ കാഷ്യൂനട്ടും നിലക്കടലയും ഇതെല്ലാം കൂടി ഒന്ന് കുക്കായിട്ട് കൂടെ കിട്ടും. അപ്പോൾ ഈ തരിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ടൈമിൽ ഇതിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത കംപ്ലീറ്റ് നട്ട്സിൻ്റെ പൊടിയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇത്രയും തിക്കായിട്ട്, ഇതിപ്പോൾ ഇത്രയും തിക്കായിട്ടാണുള്ളത്. നല്ലതുപോലെ അത് ചൂടായിട്ടൊന്ന് തിളച്ചിട്ട് കിട്ടിയാൽ മതിയാവും. പിന്നീട് തിളച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ഇട്ടിരിക്കരുത്, ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എത്രത്തോളം തണുപ്പ് ആവശ്യമുണ്ടോ അത്രയും തണുപ്പിച്ചെടുക്കണം. മാക്സിമം തണുത്തിട്ട് കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ടൊന്ന് തണുപ്പിച്ചുകൂടി എടുക്കുകയാണ്. നമ്മുടെ മിൽക്ക് ഷേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്, ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് അളവിൽ കസ്കസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം കൂടിയാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല.
അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയും ആയിക്കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ അല്പം മധുരം കുറവായിരിക്കും. നമ്മൾ ഈ ഒരു രീതിയിലാണ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മാത്രം മതിയാവും. നല്ല സൂപ്പറായിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിലല്ല ഇതിപ്പോൾ സെർവ് ചെയ്യുന്നത്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് ചേർക്കുന്നത് ഖസ് സർബത്താണ്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ സർബത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു ഗ്രീൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സർബത്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റോസ് സർബത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ റോസ് സർബത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കണം. കാരണം നമ്മൾ ഏത് സിറപ്പിലേക്ക് ചേർക്കുന്നോ ആ സിറപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാനത് എടുത്ത് പറയുന്നത്. നമുക്കിപ്പോൾ എത്ര മധുരമാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഖസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഖസ് സർബത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വളരെ കടുത്തിട്ടുള്ള ആ ഒരു ഫ്ലേവറൊന്നും അല്ല ഉള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണിത്. ഇതിപ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഖസ് സർബത്ത് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നന്നായിട്ട് തണുത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. നല്ല ചില്ലെന്നുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല സൂപ്പറായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് പേജ് ഓണാക്കുന്ന ടൈമിൽ നമ്മുടെ ഷമീസ് കിച്ചൻ്റെ പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്തൊന്നും വരാതെ ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ ഏത് റെസിപ്പി ട്രൈ ചെയ്താലും അതിൻ്റെ ഒരു പിക്ചർ കൂടി എടുത്തതിന് ശേഷം ഫേസ്ബുക്ക് പേജിലേക്ക് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് കൂടി തരണം. അപ്പോൾ ഞാനതെല്ലാം ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.